നമ്മൾ ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൽക്ക് ഒരാളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരാളോട് ചിരിക്കാനോ അറ്റ്ലീസ്റ്റ് ഒരാളോട് ചിരിക്കാനോ ഒരു മടിയോ ഒരു പേടിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു പുതിയ ആളെ കണ്ടാൽ ചിരിക്കാനും ആളോട് കാര്യങ്ങൾ സംസാരിക്കാനും ഇതുവരെ പരിചയമില്ലാത്ത ആൾ ഉണ്ടായി കഴിഞ്ഞാലും ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ഒരു ഫിയറും ഉണ്ടാവില്ല, മടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബട്ട് നമ്മളിപ്പോഴത്തെ മോഡേൺ സൊസൈറ്റിത്തെ നമ്മൾ പ്രത്യേകിച്ച് യങ് ജനറേഷൻ്റെ ആൾക്കാർക്ക് വരുമ്പോൾ നമുക്കൊരു സ്റ്റേജ് കയറി പറയാൻ, അതുപോലെ തന്നെ നമുക്ക് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ഒരാൾ എന്ത് സംഭവം ചെയ്യാനൊരു മടി, ഒരു പേടി. ഇപ്പൊ അതല്ല, ഒരാളെ നമ്മൾ അറിയാത്ത ഒരാളെ കാണുമ്പോൾ നമ്മൾ ചിരിക്ക് പോലും ഇല്ല, അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യാ ചിരിക്ക് പോലും ഇല്ല, നമ്മൾ ആ ഈഗോ വെച്ച് നമ്മളിങ്ങനെ നടക്കും. സോ ഇൻ ദിസ് വീഡിയോ ഐ ടോക്ക് അബൌട്ട് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ബെറ്റർ ദാൻ എ 99% ഓഫ് പീപ്പിൾ. സോ അപ്പോൾ വീഡിയോക്ക് പോണതിന് മുന്നേ എന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മുബഷിർ. ഞാൻ ഉണ്ടാക്കുന്ന കണ്ടന്റ് വീഡിയോസ് എന്ന് പറയുന്നത് നമ്മളെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ പഠിപ്പിക്കാൻ വിട്ടുപോയ കാര്യങ്ങളെ കുറിച്ചാണ്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഞാൻ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ഒരാളെ നല്ല രീതിയിൽ കോൺവെർസേഷൻ ചെയ്തുകൊണ്ട് ആളോട് സംസാരിച്ചുകൊണ്ട് ആളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, നമ്മൾ എന്താണോ ഉദ്ദേശിച്ച ആളോട് പറയാനോ അതിനൊക്കെ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സക്സസിനുള്ള ചാൻസസ് കൂടുതലായി കയറാം. നിങ്ങൾ ആ കോട്ട് കേട്ടിട്ടുണ്ടാവും, യുവർ 99% ഓഫ് സക്സസ് കം ഫ്രം ഹൗ യു ഡീൽ വിത്ത് പീപ്പിൾ. നമ്മൾ ആൾക്കാരായിട്ട് എങ്ങനെ ഡീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ആൾക്കാരായിട്ട് എങ്ങനെ കോൺവെർസേഷൻ ചെയ്താണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ്ട് ഓലെ പിടിച്ചു നിർത്തുന്നു, അല്ലെങ്കിൽ ഓലായിട്ട് എങ്ങനെ കണക്ഷൻ, നമ്മളെ കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ ഓലായിട്ട് എങ്ങനെ കണക്ഷൻ ഉണ്ടാക്കുന്നു, അത് ബേസ് ചെയ്തിട്ടേ കാരണം നമ്മളെ സക്സസിന്റെ ആ ഒരു എളുപ്പം, ആ സക്സസിന് ആ ചാൻസ് കൂടുതൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ആ ഒരു ബിസിനസിന്റെ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ആൾക്കാർക്കാണല്ലോ, മനുഷ്യന്മാർക്കാണല്ലോ നമ്മളിത് സെല് ചെയ്യുന്നത്. ഈ മനുഷ്യന്മാർക്ക് ഇതിനെക്കുറിച്ച് സെല് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറയണം, ഇതിന്റെ ബെനിഫിറ്റ് പറയണം, ഇതിന്റെ അഡ്വാൻറ്റേജസ് പറയണം, ഇതെടുത്താൽ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറയണം, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ പറയേണ്ടി വരും. സോ ഇതിനൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതായത് നമ്മൾ സംസാരിക്കാം. ഇപ്പോൾ അതല്ല, നിങ്ങളിപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിലും ഫസ്റ്റ് വേണ്ടത് എന്താണ്? സംസാരം, ടോക്കിങ്. സോ അപ്പോൾ സംസാരം എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ അതിൽ ഒരിക്കലും ഒഴിച്ചുകൂടാത്തൊരു സംഭവം എന്ന് പറയുമല്ലോ. നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാലും, ഒരു കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാലും, ഒരു കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിക്കഴിഞ്ഞാലും, എന്ത് സംഭവം തുടങ്ങിക്കഴിഞ്ഞാലും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട സംഭവം സംസാരിക്കുക, അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സോ ഞാൻ മെയിനായിട്ടൊരു സിമ്പിൾ ആൻഡ് റിമാർക്കബിൾ ആയിട്ടുള്ളൊരു 6 സംഭവങ്ങൾ, ഒരു 6 സ്റ്റെപ്പ് ഞാൻ ഫയൽ ചെയ്താണ് ഞാൻ യൂസ് ചെയ്ത സംഭവങ്ങളാണ്. ഞാൻ അത്ര വലിയ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ആളല്ല എന്നല്ല. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്തൊക്കെ കഴിഞ്ഞാൽ മനസ്സിലാകും. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോസും ഇപ്പോഴത്തെ വീഡിയോസും എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ചൊക്കെ ഡെവലപ്പായി വന്നിട്ടുണ്ട്. സോ നമ്മൾ ഒന്നുകൂടി ബെറ്റർ ആവും. അതായത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ഞാൻ ഈ സിമ്പിൾ ആയിട്ടുള്ള ഈ 6 സംഭവങ്ങൾ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലോ ഇതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആൾക്കാരായിട്ട് ഇൻട്രാക്ഷൻ, കണക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കുറേ കാണാതെ പഠിച്ചുകൊണ്ടോ എഴുതി പഠിച്ചുകൊണ്ടോ നമുക്ക് അത് കിട്ടില്ല. നമ്മൾ പോയി കൊണ്ട് സംസാരിക്കണം, ആളായിട്ട് ഡീൽ ചെയ്യണം. ആ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ കുറേ മിസ്റ്റേക്കുകൾ വരുത്തണം. ആ മിസ്റ്റേക്കുകൾ നമ്മൾ കണ്ടെത്തിയാണ്ട് പിന്നെ ഇത് ലേൺ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്താണ്ട് പിന്നെ അത് ചെയ്യാതെ വെക്കണം. സോ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിൻ്റെ കോർ പോയിന്റ് വരെ പ്രാക്ടീസ് ചെയ്യണം. സോ മെയിനായിട്ട് 6 സംഭവങ്ങൾ പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ, ലിസൺ ബിഫോർ യു സ്പീക്ക്. നമ്മൾ എല്ലാ ആൾക്കാരും തെറ്റണ ചെയ്യുന്ന സംഭവമാണ്. സ്റ്റേജിൽ കയറി നോട്ടി നമ്മൾ എന്താ പറയാൻ ഉദ്ദേശിച്ചത് ഒറ്റടിക്ക് പറയും. ഇപ്പം അതല്ല, നമ്മൾ ആരെയാണ് കണ്ടിട്ട് പറയാൻ കരുതിയ അതൊക്കെ പറയും. സോ നമ്മൾ ഏതൊരു ഓഡിയൻസിനായാലും, ഏത് സംഭവം, ഏത് കസ്റ്റമേഴ്സിനായാലും ആദ്യം നമ്മൾ ഓൾക്ക് സംസാരിക്കുക, അല്ലെങ്കിൽ ഗ്യാപ്പ് കൊടുക്കുക, അതായത് ലിസൺ ചെയ്യുക. കാരണം ഇതിനിങ്ങനെ നമ്മളൊരാൾ ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആരോടാണോ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പോണത് ആളെ നമ്മൾ ആദ്യം ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്താണ് അടുത്തത് എന്താണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അതായത് ആള് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ലിസൺ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കും എന്ത് ആൾക്ക് എന്താണ് കേൾക്കാൻ താല്പര്യം, അല്ലെങ്കിൽ ആൾക്ക് എന്ത് കണ്ടന്റ്, ആൾക്ക് എന്ത് ടോപ്പിക്ക് ബേസ് ചെയ്തുള്ള സംഭവങ്ങളാണ് കിട്ടേണ്ടതെന്ന് മനസ്സിലാവും. അതിനെ ബേസ് ചെയ്തുള്ള നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. നേരെ മറിച്ച് നമ്മൾ കുറേ സംഭവങ്ങൾ പ്രിപ്പയർ ചെയ്ത് വന്നേക്കും, അതങ്ങോട്ട് സംസാരിക്കുമ്പോൾ അതിനായിട്ട് മാച്ചായ ആൾക്കാരല്ലേ കരാം. സോ ആദ്യം ഓഡിയൻസിന് ആദ്യം നമ്മൾ കേൾക്കുക, ഓൾക്ക് എന്താ സംഭവം, ഓലെ വാൻസ്, ഓലെ ഡിസൈസ്, ഓൾക്ക് എന്താണ് സംഭവം കേൾക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് ടോപ്പിക്സ് ആണ് ഓൾക്ക് കിട്ടേണ്ടത്, അതിനെക്കുറിച്ച് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ചെയ്യുക. സോ രണ്ടാമത്തെ സംഭവമാണ് സ്പീക്ക് ഡയറക്റ്റ്ലി. എല്ലാ ആൾക്കാരും ചെയ്യുന്ന തെറ്റുന്നത്. കാരണം ഇതാണ് ഞാൻ പറയുക, ഈ 6 പോയിന്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്ക് കയറത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് സംഭവമായാലും ആരോടായി കഴിഞ്ഞാലും, ഇപ്പം ഈ യൂട്യൂബിലായി കഴിഞ്ഞാലും, അറ്റ്ലീസ്റ്റ് ഈ യൂട്യൂബിലായി കഴിഞ്ഞാലും വരെ ആരും ഡയറക്റ്റ് ആയി കണ്ട് സംസാരിക്കൂല. അതായത് എല്ലാം ഓപ്പൺ ആയിക്കൊണ്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ അങ്ങനല്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ബ്രദർ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് വരാം. അപ്പോൾ ബ്രദറിനോട് ആ വെള്ളം തുളുമ്പരുത് ഒന്ന് സ്റ്റാൻഡേർഡായി പറയുന്നതിനാരും അച്ഛൻ എന്ത് പറയാ, ആ വെള്ളം ഒന്ന് സൂക്ഷിച്ച് കൊണ്ടുപോകാം, വെള്ളം പോകാതെ ഒന്ന് കൊണ്ടുപോകാം. സോ അതായത് എന്ത് സംഭവമാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ടോപ്പിക്സിനെ കുറിച്ചിട്ടോ
നിങ്ങളെ നോളജിനെ കുറിച്ചിട്ടോ നിങ്ങളെ ഐഡിയാസിനെ കുറിച്ചിട്ടോ ആരോടെ ആയാലും ഏത് ഓഡിയൻസിനോടായാലും നിങ്ങൾ സംസാരിക്കണം ചെയ്യുക. അത് സ്പീക്ക് ചെയ്യുമ്പോൾ അത് ആ ലിസൺ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ഒന്നും കൂടി എളുപ്പം ഇതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ലാംഗ്വേജ് ഉണ്ടാവില്ല, നമ്മുടെ മലയാളത്തിലാണെങ്കിൽ ആ ഒരു ലാംഗ്വേജിൽ നമുക്ക് ഒന്നുകൂടി ബെറ്ററായി മനസ്സിലാവണം. ആ ഒരു സ്റ്റാൻഡേർഡ് ഒന്നുമല്ല അങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു ലോവസ്റ്റ് സ്റ്റേജും അല്ലാതെ നമുക്ക് സംസാരിക്കാൻ വയ്ക്കുമല്ലോ. അതായത് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ആ സിമ്പിൾ ലാംഗ്വേജിനും സിമ്പിൾ ക്യൂസൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സംസാരിക്കുക. മൂന്നാമത്തെ സംഭവമാണ് മേക്ക് ഐ കോണ്ടാക്ട്, മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട്. ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് സംഭവം. കാരണം എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾ ഒരാൾ സംസാരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റിലെ ആൾ ഇങ്ങനെയാണ് കരുതിക്കോളി. ഇപ്പം ഞാൻ ചെയ്യുന്ന മാതിരി ഇങ്ങനെയൊക്കെ നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റിലെ ആൾ അങ്ങോട്ട് നോക്കുക, ഇവിടെ ചൊറിയുക അവിടെ ചൊറിയുക അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസും നമ്മളെ സംസാരിക്കാനുള്ള ഒരു മൂഡ് സംഭവങ്ങളൊക്കെ അവിടെ തന്നെ പോയി. സോ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഒരിക്കലും നമ്മൾ സംസാരിക്കുക. അപ്പോൾ ഈ ഇങ്ങനെ ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ ഇങ്ങോട്ടൊക്കെ പോകാല്ല മെയിനായിട്ട് കാര്യം നിങ്ങൾ ആദ്യം ഇങ്ങനെയൊക്കെ നിങ്ങളെ മൈൻഡും നിങ്ങളുടെ തലയും ഇങ്ങനെ പോകുന്നുണ്ടാവും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാനും കാണും. അപ്പോൾ എന്താ ഞാനും നിങ്ങൾ പറയുന്നത് വലിയ കാര്യമില്ലായിരുന്നു, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. സോ നമ്മൾ കറക്റ്റായിട്ടുള്ള ഐ കോണ്ടാക്ട് നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഒരു കണ്ണുകൾ ഇങ്ങനെ തുറപ്പിച്ച് നോക്കണമെന്നല്ല, ഒരു ഐ കോണ്ടാക്ട് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ പോകാൻ ഇല്ല ചാൻസ് കുറവാണ്. ആ ഫോക്കസ് നമുക്ക് കിട്ടും. സോ നാലാമത്താണ് യൂസ് വെർബൽ ക്യൂസ്. ഇപ്പം ഞാൻ പറയണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്, അതിനിത് ചെയ്യണം അതുപോലെ ചെയ്യണം. ഞാൻ എൻ്റെ ആക്ഷനോ കയ്യിനും കൊണ്ട് ആക്ഷനോ അല്ലെങ്കിൽ തല കുലിക്കാൻ കൊണ്ട് സംഭവങ്ങളൊന്നുമില്ല. ഞാൻ എന്താണ് പറയണേ അതിന് അലൈൻ ചെയ്തുള്ള ഒരു ആക്ഷൻസും ഒരു വെർബൽ ക്യൂസും ഞാൻ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന ആൾക്കാർക്ക് നല്ല ബോറിങ് ആയിക്കാരം. പ്രത്യേകിച്ച് എൻ്റെ വീഡിയോ പറയുന്ന അതിൽ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഇല്ലാത്തതാണ്. കാരണം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പോഡ്കാസ്റ്റാണ്. എന്താണ് സംഭവം അതിനെക്കുറിച്ച് മാത്രം പറയാം. അത് BGMോ മ്യൂസിക്കോ കേട്ടിന് ഞാൻ അങ്ങനെ താല്പര്യം കാണാത്ത ആളാണ്. ഭാവിയിൽ ഇനി ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കാരം. ബട്ട് ഇപ്പം ഞാൻ അങ്ങനെ സ്പീച്ച് പോഡ്കാസ്റ്റ് മോഡലിൽ പോകുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനെ സംസാരിക്കണം, ഞാൻ കയ്യും വെട്ടിയാണ്ട് അത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. കമ്മ്യൂണിക്കേഷനിൽ വെർബൽ ക്യൂസ് യൂസ് ചെയ്യണം, അതുപോലെ തന്നെ സിമ്പിൾ ലാംഗ്വേജിൽ പറയണം, നല്ല ഡയറക്റ്റ് ഇങ്ങനെ സ്പീക്ക്. ഞാൻ അങ്ങനെ കൈ നടക്കണില്ല, തല നടക്കണില്ല, ഡയറക്റ്റ് ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ബോറേക്കണം. അത് നേരെ മറിച്ച് നമ്മൾ എന്താണ് സംഭവം പറയുന്നത് ആ സംഭവത്തിന് അലൈൻ ചെയ്തുള്ള ആക്ഷൻസ് 1, 2, 3 അങ്ങനത്തെ സംഭവങ്ങൾ ആക്ഷൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാം വെർബൽ ക്യൂസ് ആയിട്ട് നിങ്ങൾ ഹെഡ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക യൂസ് ചെയ്യുക. നാലാമത്തെ പോയിന്റ് അതാ. ഈ 5th പോയിന്റ് എന്ന് പറയുന്നത് നമ്മളെ പൊസിഷൻ ചേഞ്ച് ചെയ്യാം. അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് സ്റ്റേജിലൊക്കെ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ വീഡിയോയിലൊന്നും നമ്മളെ പൊസിഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരിക്കാൻ പറ്റില്ല, നമ്മളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ചെയ്യാം. സോ അപ്പോൾ നിങ്ങൾ സ്റ്റേജിലൊക്കെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരാളുടെ ഒരു ക്ലാസ്സിലൊക്കെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയാണ്, നിങ്ങൾ അത്യാവശ്യം ഒരു സ്റ്റേജിൻ്റെ ലെവലിൽ നിന്നാണ് കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചേഞ്ച് ഒരു സ്ഥലത്ത് നിന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാം കുറച്ച് അങ്ങോട്ട് അല്ലെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് കുറച്ച് ആൾക്കാരായിട്ട് കൂടുതൽ ടച്ച് ചെയ്ത സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ആൾക്കാരുടെ സ്റ്റേജ് ചില ആൾക്കാരൊക്കെ പബ്ലിക് സ്പീക്കേഴ്സൊക്കെ കണ്ടല്ലേ നമ്മളെ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് കാര്യങ്ങളും കമൻസ് ഒക്കെ വാങ്ങണത്. സോ അങ്ങനെ എന്ത് ചെയ്യുക കുറച്ചൊക്കെ അത്ര പോകണമെന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക ജസ്റ്റ് എന്ത് ചെയ്യുക പൊസിഷൻ മാറ്റുക. കാരണം നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മളെ ആ ഒരു കോൺഫിഡൻസ് പോകും. ഇതിന് സൈക്കോളജിസ്റ്റുകൾ ഇതിൽ പറയുന്നുണ്ട് ഒരാളെ ഫോക്കസ് ചെയ്യാതെ മിനിമം എന്ന് പറയുന്നത് ഒരു 1 to ഒരു 90 സെക്കൻഡ്, അതായത് ഒരു 1.5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ ഫോക്കസ് മാറും. കാരണം ഇപ്പോൾ ഒരാളിൽ തന്നെ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ക്ലാസ്സിലേക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കാണാം നമ്മളെ മൈൻഡ് നമ്മളെ ഫോക്കസ് ഒക്കെ അങ്ങോട്ടും മാറും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് 1.5 മിനിറ്റ് ഒക്കെ നമുക്ക് ഒരാളിൽ ഫോക്കസ് ചെയ്യാൻ ഈ ഒരു സംഭവത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ എബിലിറ്റിയുള്ളൂ. ഏതൊരാൾക്കും അങ്ങനെയാണ് സൈക്കോളജിസ്റ്റ് പറയണം. ഇപ്പം എത്ര ഒരാളായി കഴിഞ്ഞാലും ആളെ മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രാക്റ്റഡ് ആവുന്നല്ല. സോ അതിന് പകരം എന്ത് ചെയ്യാം ഒരു 1-1.5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ മാതിരി എന്താ ജസ്റ്റ് പൊസിഷനോ അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്റ്റൈലോ ഒക്കെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി. ഇൻ്റർവ്യൂലോ അല്ലെങ്കിൽ വീഡിയോയിലോ ഒന്നും അത് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നുണ്ടാവില്ല. ബട്ട് ഈ സ്റ്റേജ് പ്രോഗ്രാം അങ്ങനത്തെ കമ്മ്യൂണിക്കേഷനിലൊക്കെ എന്ത് ചെയ്യുക അത് അങ്ങനത്തെ ബെറ്റർ ആക്കുക. സോ ലാസ്റ്റ് ഫൈനലാണ് നമ്മൾ എന്ത് ചെയ്യുക സ്മാൾ ബ്രേക്ക് എടുക്കുക, ചെറിയ ബ്രേക്ക്. ഇപ്പോൾ ഒരു സംഭവം ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഈ പോയിന്റ് പറയുന്ന ഇടയിൽ 1-2 സെക്കൻഡ് അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സൗണ്ട് കുറച്ചിട്ട് എന്ത് ചെയ്യുക വോളിയം കുറച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ കണ്ടന്റൊക്കെ അല്ലെങ്കിൽ പുതിയ പോയിന്റൊക്കെ അല്ലെങ്കിൽ പുതിയ സ്റ്റോറിക്കൊക്കെ പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യുക ജസ്റ്റ് ഒരു 1-2-3 സെക്കൻഡ് എന്ത് ചെയ്യുക ഒരു ബ്രേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടി അതെന്താണ് സംഭവം പറയാത്ത എന്താണ് നെക്സ്റ്റ് പറയുന്ന സംഭവം എന്ന് റിമെമ്പർ ചെയ്യാനും അതുകൂടെ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. സോ ഇപ്പോൾ 6 സംഭവങ്ങൾ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ലിസൺ ബിഫോർ യു സ്പീക്ക്, രണ്ടാമത്തത് സ്പീക്ക് ഡയറക്റ്റ്ലി, മൂന്നാമത് മെയിൻറ്റെയിനിങ് ഐ കോണ്ടാക്ട്, നാലാമത്തത് യൂസ് വെർബൽ ക്യൂസ്, അഞ്ചാമത്തെ ചേഞ്ച് യുവർ പൊസിഷൻസ് നമ്മൾ നിൽക്കുന്ന സ്റ്റൈല് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റുക, ലാസ്റ്റ് ഫൈനൽ എന്ത് ചെയ്യാം ടേക്ക് സ്മാൾ ബ്രേക്ക്. I hope this video is helpful for you guys. See you in the another video.